അങ്ങനെ ദിലീപ് ബിബി ഹൗസിലേക്ക് കയറി വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 1-2 പേർക്ക് ഒരു കൊട്ട് കൊടുത്ത പോലെ ഫീൽ ചെയ്തു. ഒന്നാമത്തെ സായിക്കും, പിന്നെ ഈ പ്രണയത്തിൻ്റെ കാര്യം പറഞ്ഞ് 2 പേർക്കും. പ്രത്യേകിച്ചെടുത്ത് പറയണ്ടല്ലോ ആ പേര് ആർക്കൊക്കെയാണ്. അപ്പം സായിക്കൊരു കൊട്ട് കൊടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം ഏതെങ്കിലും ഒരു മൂവി ഇറങ്ങിയാൽ അന്ന് തന്നെ പോയി കണ്ടിട്ട് അന്ന് തന്നെ എല്ലാം കൂടെ ചേർത്തൊരു റിവ്യൂ ചെയ്യൽ നമ്മുടെ സായിയുടെ ഒരു പരിപാടിയായിരുന്നു. എല്ലാം കുറിച്ച് റിവ്യൂ ചെയ്യാൻ എളുപ്പമാണ്, ഇതിനകത്ത് ഇറങ്ങുമ്പോഴാണ് പാട്. ബിഗ് ബോസിലാണെങ്കിൽ ഇപ്പം ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് കയറി പോയതാ. ബിഗ് ബോസിൽ റിവ്യൂ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണമായിരുന്നു, ഇങ്ങനെ ചെയ്യണമായിരുന്നു ഒക്കെ പറയുമായിരുന്നു. പക്ഷേ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ പാത്തിരിക്കുന്ന പോലെ ഇരിക്കുകയാണ് ആൾ. ഗെയിമിലോട്ടൊന്നും ഇറങ്ങാതെ ആളുകൾ തമ്മിൽ അടി കൂടിയാൽ പോലും ഒരു കാര്യത്തിനും ഇടപെടാതെ മാറി നിന്ന് ഒരു ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ. അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഇതുപോലെ തന്നെയാണ് ഒരു സിനിമ എടുക്കാൻ പെടുന്ന പാടും. അത്ര കഷ്ടപ്പെട്ടൊരു മൂവി എടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു ദയയും ദാക്ഷിണ്യവും ഇല്ലാതാണ് ഒരു സിനിമ കൊള്ളില്ലെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ദിലീപിയുടെ ചെറുതായിട്ടൊരു തട്ട് കൊടുത്തു എന്താ സായിക്ക്. എന്തായാലും എല്ലാവരും തന്നെ കുറേ പേരൊക്കെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു. അതിനൊക്കെ രസകരമായി തന്നെ ഉത്തരവും തിരിച്ച് പറഞ്ഞു. അപ്പോൾ മൂവി അവിടെ എല്ലാവരും കാണുമെന്ന് പറയുന്നു. കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാൻ അവിടെ പറഞ്ഞു നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊമോഷൻ എന്ന് പറയുന്നത് എല്ലാവരും കാണും. ബിഗ് ബോസിൽ കൂടെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും കാണുമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെയാണ് വന്നത് എന്ന രീതിയിലാണ് പറയുന്നത്. പിന്നെ അടി കൂടിയ കാര്യം രാവിലത്തെ അടിയൊക്കെ കണ്ടു എന്ന് പറയുന്നു, ഫുഡിന് വേണ്ടിയിട്ടുള്ള അടി. പിന്നെ അൻസിബയാണല്ലേ ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നു. പിന്നെ ഒരു റെസിപ്പി പറഞ്ഞു തരാം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഫുഡ് എന്തെങ്കിലും കൊണ്ടുവരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും കാര്യങ്ങളൊക്കെ അടി കൂടുതൽ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ അവിടെ വന്നപ്പോഴായിരിക്കുമല്ലോ ഈ അടി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കണ്ടു കാണും. അതിൻ്റെ ഇടയ്ക്ക് കൂടെ 1-2 പേര് അവസരമൊക്കെ ചോദിച്ചു. നമ്മുടെ ജിൻഡോ ചോദിച്ചു, അതുപോലെ അപ്സരയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ശ്രീതു ഒക്കെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുവിധം ആൾക്കാരൊക്കെ ചോദിച്ചു എന്തെങ്കിലും ഒരു വേഷം തരണേ എന്നൊക്കെ രീതിയിൽ. എന്തായാലും നല്ല രസകരമായിട്ട് ആ ഒരു സെഗ്മെൻറ്റ് പോയി. ഇതിന് ശേഷം ഇനി നമ്മുടെ നോറയുടെ ഒക്കെ ഫൈറ്റ് ഇപ്പോൾ ഉടനെ ഉണ്ടാകും കേട്ടോ. നോറയ്ക്ക് ഇതുവരെ ആരും ഇല്ലാതിരിക്കുമായിരുന്നു. ജാസ്മിന് പോയി, പിന്നെ ജിൻഡോ ആണെങ്കിൽ ഒരു തരത്തിലും പിടിതരുന്നില്ല. ഇപ്പോൾ ജാസ്മിനെ പിടിച്ചൊന്ന് കയറാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഇനി അടുത്ത് എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ദിലീപ് പോയിരിക്കുകയാണ്. ഇനി വഴക്കിൻ്റെ ഒരു രംഗം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ബിബി ഹൗസിൽ. നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷന്മാർ ഉടനെ വരുന്നതായിരിക്കും.